ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രോണിക് തിയോഡൊലൈറ്റിനെ കുറിച്ചും ഡിസ്റ്റോമാറ്റിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. തിയോഡൊലൈറ്റ് രണ്ട് ടൈപ്സ് ഉണ്ട്. വെർനിയർ തിയോഡൊലൈറ്റും ഇലക്ട്രോണിക് തിയോഡൊലൈറ്റും. വെർനിയർ തിയോഡൊലൈറ്റ് നമ്മളൊക്കെ കോളേജുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്ന ടൈപ്പ് ഓഫ് തിയോഡൊലൈറ്റ് ആണ് ഈ വെർനിയർ തിയോഡൊലൈറ്റ്. ഇതിൽ ഒരു ഹൊറിസോണ്ടൽ ഗ്രാജുവേറ്റഡ് സർക്കിളുണ്ട്, വേർട്ടിക്കൽ ഗ്രാജുവേറ്റഡ് സർക്കിളുണ്ട്. ഈ രണ്ട് സർക്കിളിലെയും വരുന്ന റീഡിങ്സ് നമ്മൾ നേരിട്ട് എടുക്കുമായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഈ വെർനിയർ തിയോഡൊലൈറ്റിൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണ് ഈ ഇലക്ട്രോണിക് തിയോഡൊലൈറ്റ്. ഇപ്പം ഇപ്പോഴൊക്കെ അതായത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണ് ഇലക്ട്രോണിക് തിയോഡൊലൈറ്റ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോണിക് തിയോഡൊലൈറ്റിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഹൊറിസോണ്ടൽ സർക്കിളിലെയും അതേപോലെ വേർട്ടിക്കൽ സർക്കിളിലെയും റീഡിങ്സ് നമ്മളായിട്ട് എടുക്കേണ്ട, പകരം ഈ ഇലക്ട്രോണിക് തിയോഡൊലൈറ്റ് തന്നെ ഈ വാല്യൂസ് റീഡിങ്സ് കണ്ടുപിടിച്ച് നമുക്ക് ഒരു ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്പ്ലേയിൽ ഇത് കാണിച്ചു തരുവാണ് ചെയ്യുന്നത്, റീഡിങ്സ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇലക്ട്രോണിക് തിയോഡൊലൈറ്റിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് കമ്പയർ ടു വെർനിയർ തിയോഡൊലൈറ്റ്. Electronic theodolite is a precision instrument for measuring angles in the horizontal and vertical planes. അപ്പോൾ ജനറലി നമ്മൾ തിയോഡൊലൈറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇറ്റ് ഇസ് ടു മെഷർ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ്. Theodolites are mainly used for surveying applications and have been adapted for specialized purposes in fields like meteorology and rocket launch technology. ഇപ്പോൾ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ, അതേപോലെ സർവേ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ, ഇതിനെല്ലാം നമ്മൾ തിയോഡൊലൈറ്റ്സ് ഇപ്പോൾ ഒരുപാട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മേജർ ചേഞ്ച് ഇൻ ദ ഡിസൈൻ ഓഫ് തിയോഡൊലൈറ്റ്സ് has occurred in the recent years with the introduction of electronic circle reading systems. ഇതാണ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തത്. ആ സർക്കിളിൽ വരുന്ന അതായത് ആംഗിൾ മെഷർമെൻറ്റ്സ് നമ്മൾ നേരിട്ട് റീഡ് ചെയ്തെടുക്കേണ്ട, പകരം നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് തന്നെ ആ വാല്യൂസ് റീഡ് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുന്നു. ഹിയർ ഒബ്സർവേഷൻസ് ആർ ടേക്കൺ ത്രൂ ഡിജിറ്റൽ റീഡ് ഔട്ട്സ് ഓർ ഡിസ്പ്ലേസ്. ഇതാണ് ഒരു ഇലക്ട്രോണിക് തിയോഡൊലൈറ്റിൻ്റെ ഇമേജ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആ സർക്കിളിൻ്റെ മുകളിലായിട്ട് തന്നെ നമുക്ക് ഇലക്ട്രോണിക് ഡിസ്പ്ലേ കാണാം. ഇവിടെ നമ്മൾ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള റീഡിങ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. The direct display of angular readings eliminates the guessing and interpolations associated with vernier scale and micrometer readings in other theodolites. ഇപ്പോൾ മുൻകാലങ്ങളിൽ വെർനിയർ തിയോഡൊലൈറ്റ്സിൽ നമ്മൾ ഇൻ്റർപൊളേറ്റ് ചെയ്ത്, അതായത് വെർനിയർ റീഡിങ്സ് തന്നെ ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റർപൊളേറ്റ് ചെയ്തൊക്കെ റീഡിങ്സ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം ഈ വരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നു ഇൻ ഇലക്ട്രോണിക് തിയോഡൊലൈറ്റ്സ്. കൂടാതെ ഈ കിട്ടുന്ന ഡേറ്റ, അതായത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആംഗിളിൻ്റെ മെഷർമെൻറ്റ്സ് നമുക്കിതിൽ സ്റ്റോർ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഇപ്പോഴത്തെ ഇലക്ട്രോണിക് തിയോഡൊലൈറ്റ്സിൽ ഉണ്ട്. സ്റ്റോർ ചെയ്യുക മാത്രമല്ല, ഈ ഡേറ്റ പിന്നീട് നമുക്കൊരു കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. One of the significant characteristics is that data can be recorded in a data collector attached with the theodolite. The data can then be processed in a computer for subsequent analysis. ഇനി വെർനിയർ തിയോഡൊലൈറ്റ്സ് നമ്മളത് സെൻറ്റർ ചെയ്യുമായിരുന്നു ചെയ്യുന്നത് യൂസിങ് എ പ്ലം ബോബ്. അതായത് നമുക്ക് വേണ്ട ആ സ്റ്റേഷനിലേക്ക് നമ്മൾ ഈ തിയോഡൊലൈറ്റ് പ്ലേസ് ചെയ്തു, എന്നിട്ട് ആ പോയിന്റ് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു പ്ലം ബോബ് യൂസ് ചെയ്ത് നമ്മൾ സെൻറ്റർ ചെയ്തെടുക്കുമായിരുന്നു ചെയ്യുന്നത്. എന്നാൽ ഇലക്ട്രോണിക് തിയോഡൊലൈറ്റ്സിൽ നമ്മൾ സെൻറ്റർ ചെയ്യാനായിട്ട് നമുക്ക് പ്ലം ബോബിൻ്റെ ആവശ്യം വരുന്നില്ല. പകരം ഇവിടെ ഒപ്റ്റിക്കൽ പ്ലമറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെൻറ്റർ ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ പ്ലമറ്റ് എന്ന് പറയുന്നത്, ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഒരു ടെലിസ്കോപ്പ് പോലെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഐ പീസ് വരുന്നത് ഇവിടെയും ഒബ്ജക്റ്റീവ് വരുന്നത്, അതായത് നമുക്ക് കാണേണ്ട ഗ്രൗണ്ട് സർഫസ് കാണുന്നത് ഓൾമോസ്റ്റ് ഇതിൻ്റെ നടുക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ തിയോഡൊലൈറ്റിൻ്റെ സെൻറ്റർ പോയിന്റ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ, ഈ ഒരു സ്ലോട്ടിൽ കൂടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് സെൻറ്റർ ഗ്രൗണ്ടിലെ പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് യൂസ് ചെയ്ത്, ഈ ഒപ്റ്റിക്കൽ പ്ലമറ്റ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് തിയോഡൊലൈറ്റിനെ സെൻറ്റർ ചെയ്യാൻ പറ്റും. പ്ലം ബോബിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതൊരു സിഗ്നിഫിക്കൻറ്റ് വേരിയേഷനാണ്. വെർനിയർ തിയോഡൊലൈറ്റും ഇലക്ട്രോണിക് തിയോഡൊലൈറ്റും തമ്മിലുള്ളൊരു സിഗ്നിഫിക്കൻറ്റ് വേരിയേഷനാണ്. ഈ സെൻറ്ററിങ് പ്രോസസ്സ് ചെയ്യുന്നത് ഇവിടെ ഒപ്റ്റിക്കൽ പ്ലമറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇനി ഈ ഇലക്ട്രിക്കൽ തിയോഡൊലൈറ്റിലായാലും അതേപോലെ വെർനിയർ തിയോഡൊലൈറ്റിലായാലും കോമൺ ആയിട്ട് വരുന്ന ചില ടേംസ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത്, നേരത്തെ നമ്മൾ ഹൊറിസോണ്ടൽ സർക്കിളിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത്
തിയോഡലൈറ്റിൽ നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിളിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുന്നത് ഈ ഹൊറിസോണ്ടൽ സർക്കിളിൽ നിന്നാണ്. അതേപോലെ വേർട്ടിക്കൽ ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ് എടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ വേർട്ടിക്കൽ സർക്കിൾ. അപ്പോൾ ഈ ഒരു ഫിഗറിൽ ശ്രദ്ധിച്ചാൽ ഈ ഒരു ആർക്ക് ഷേപ്പിലുള്ള പ്രൊജക്ഷനാണ് ഇവിടുത്തെ വേർട്ടിക്കൽ സർക്കിൾ. വെർണിയർ തിയോഡലൈറ്റിലാണെങ്കിൽ ഈ വേർട്ടിക്കൽ സർക്കിൾ എക്സ്പോസ്ഡ് ആയിരിക്കും, നമുക്ക് പുറമേ നിന്ന് കാണാം, അതിലെ റീഡിങ്സ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇലക്ട്രോണിക് തിയോഡലൈറ്റിൽ റീഡിങ്സ് എല്ലാം തിയോഡലൈറ്റ് തന്നെ എടുക്കുന്നതുകൊണ്ട് ഇതിലെ റീഡിങ്സ് ഒന്നും നമുക്ക് വിസിബിൾ ആയിരിക്കത്തില്ല. ഒരു കേസിനുള്ളിലായിരിക്കും ഈ വേർട്ടിക്കൽ സർക്കിൾ വെച്ചിരിക്കുന്നത്. ഇനി വേർട്ടിക്കൽ സർക്കിളിൻ്റെ പൊസിഷനെ ബേസ് ചെയ്ത് നമുക്ക് റീഡിങ്സിനെ ഫേസ് ലെഫ്റ്റ് ഓർ ഫേസ് റൈറ്റ് ഒബ്സർവേഷൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ടെലിസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ നമ്മുടെ ഈ വേർട്ടിക്കൽ സർക്കിൾ നമ്മുടെ ഒബ്സർവറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അതിനെ ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ എന്ന് വിളിക്കുന്നു. ടെലിസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ ഈ വേർട്ടിക്കൽ സർക്കിളിൻ്റെ പൊസിഷൻ ഒബ്സർവറിൻ്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ അതിനെ ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്തിനാണ് ഈ ഫേസ് റൈറ്റ് ആൻഡ് ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻസ് എടുക്കുന്നത്? അപ്പോൾ ഒരേ ആംഗിൾ തന്നെ നമ്മൾ ഈ വേർട്ടിക്കൽ സർക്കിളിനെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വെച്ച് നമ്മൾ ഒബ്സർവേഷൻസ് എടുക്കാറുണ്ട്. എറർ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫേസ് ലെഫ്റ്റ് ആൻഡ് ഫേസ് റൈറ്റ് ഒബ്സർവേഷൻസ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ മാത്രം എടുക്കുന്നതിലും അല്ലെങ്കിൽ ഫേസ് റൈറ്റ് ഒബ്സർവേഷൻസ് മാത്രം എടുക്കുന്നതിലും എറർ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് റിസൾട്ട്സ് നമുക്ക് കിട്ടുന്നത് ഫേസ് ലെഫ്റ്റ് ആൻഡ് ഫേസ് റൈറ്റ് ഒബ്സർവേഷൻസ് എടുക്കുമ്പോഴാണ്. Reading an angle face right and face left will eliminate the errors due to non-adjustment of the line of collimation and Tronian axis. അപ്പോൾ ഈ ലൈൻ ഓഫ് കൊളിമേഷൻ ട്രോണിയൻ ആക്സിസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട്. ഇനി ഈ ഫേസ് ലെഫ്റ്റ് ആൻഡ് ഫേസ് റൈറ്റ് ആംഗിൾസിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് മെഷർമെൻറ്റ്സ് നമ്മൾ എടുക്കുന്നതിനെ നമ്മളൊരു ടേം യൂസ് ചെയ്ത് വിളിക്കാറുണ്ട്. അതിനെയാണ് റൗണ്ട് ഓഫ് ആംഗിൾസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റൗണ്ട് ഓഫ് ആംഗിൾസ് എന്ന് കാണുവാണെങ്കിൽ അതിനർത്ഥം ഈ ഫേസ് ലെഫ്റ്റ് ആൻഡ് ഫേസ് റൈറ്റ് ഒബ്സർവേഷൻസ് എടുത്തിരിക്കുന്നു എന്നാണ്. ഇനി അടുത്തത് ഹൊറിസോണ്ടൽ സർക്കിൾ. ഇപ്പോൾ നേരത്തെ ഹൊറിസോണ്ടൽ സർക്കിളിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തതാണ്. ഹൊറിസോണ്ടൽ ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ് എടുക്കാനായിട്ടാണ് നമുക്ക് ഹൊറിസോണ്ടൽ സർക്കിൾ തിയോഡലൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോണിക് തിയോഡലൈറ്റിലും ഈ റീഡിങ്സ് ഗ്രാജുവേഷൻസ് നമുക്ക് വിസിബിൾ ആയിരിക്കത്തില്ല. ഹൊറിസോണ്ടൽ സർക്കിൾ കേസിങ്ങിൻ്റെ ഉള്ളിലായിരിക്കും, കാരണം റീഡിങ്സ് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് തന്നെ തരുന്നുണ്ട്. The graduated circle in the horizontal plane that the theodolite reads out to measure horizontal angles. ഇപ്പോൾ ഈ ഫിഗറിൽ താഴെ നമുക്ക് ഹൊറിസോണ്ടൽ സർക്കിൾ കാണാം. ഇനി അടുത്തത് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത ലൈൻ ഓഫ് കൊളിമേഷൻ ഓർ ലൈൻ ഓഫ് സൈറ്റ്. ഇതിന് രണ്ട് പേരുണ്ട്. അപ്പോൾ എന്താണ് ഈ ലൈൻ ഓഫ് കൊളിമേഷൻ? അപ്പം ഇതാണ് നമ്മൾ നോക്കുന്ന ടെലസ്കോപ്പ്. ഈ ടെലസ്കോപ്പിൻ്റെ ഐ പീസ് ഉണ്ട്, അതായത് നമ്മൾ ഒബ്സർവർ നോക്കുന്ന ആ എൻഡിനെയാണ് ഐ പീസ് എന്ന് വിളിക്കുന്നത്. മറ്റേ എൻഡിനെ നമ്മൾ ഒബ്ജക്റ്റീവ് എന്നും വിളിക്കുന്നു. അപ്പോൾ ഈ ഐ പീസിൻ്റെ ഒബ്ജക്റ്റീവിലും വരുന്ന ലെൻസുകളുടെ സെൻറ്റേഴ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനിൻ്റെ കണ്ടിന്യൂവേഷനെയാണ് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് ഓർ ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് വിളിക്കുന്നത്. ദ ലൈൻ ഓഫ് സൈറ്റ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ടെലിസ്കോപ്പ് ക്രോസ് ഹെയർസ്. ഇനി മറ്റൊരു രീതിയിൽ ഇതിനെ ഡിഫൈൻ ചെയ്യാം. ദ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദ ക്രോസ് ഹെയർസ് ഓഫ് ദ ഐ പീസ് ആൻഡ് ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദ ഒബ്ജക്റ്റീവ് and its continuation is called as line of collimation. This is also known as line of sight. ഈ രണ്ട് ഡെഫിനിഷനും അതേപോലെ തന്നെ പഠിക്കണം. ഡെഫിനിഷൻ തന്നിട്ട് അതെന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഐ പീസിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ സെൻറ്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈന്, ആ ലൈനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വിടുവാണെങ്കിൽ ആ ലൈനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ആക്സസിനെയാണ് നമ്മൾ ലൈൻ ഓഫ് കൊളിമേഷൻ ഓർ ലൈൻ ഓഫ് സൈറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഫിഗറിൽ നമുക്ക് ലൈൻ ഓഫ് സൈറ്റ് കാണിച്ചിട്ടുണ്ട്. ഈ ഐ പീസിൻ്റെ സെൻറ്ററും നമ്മുടെ ഒബ്ജക്റ്റീവിൻ്റെ സെൻറ്ററും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അതാണ് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ്. അടുത്തത് വേർട്ടിക്കൽ ആക്സസ്. വേർട്ടിക്കൽ ആക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ആക്സസ് ആണ്. നമ്മുടെ ഹൊറിസോണ്ടൽ സർക്കിളിൽ സെൻറ്ററിൽ കൂടെ പോകുന്നതും ദ ആക്സസ് അബൌട്ട് വിച്ച് ഹൊറിസോണ്ടൽ സർക്കിൾ പിവറ്റ്സ്. ഇപ്പോൾ ഹൊറിസോണ്ടൽ സർക്കിൾ ഏത് ആക്സസിന് ചുറ്റുമാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ആക്സസിനെയാണ് നമ്മൾ വേർട്ടിക്കൽ ആക്സസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ആക്സസ് അബൌട്ട് വിച്ച് ദ ഇൻസ്ട്രുമെൻറ്റ് റൊട്ടേറ്റ്സ് ഇൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്, അതിനെ നമുക്ക് പല ഡയറക്ഷനിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഏത് ആക്സസിന് ചുറ്റുമാണോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ വേർട്ടിക്കൽ ആക്സസ് എന്ന് വിളിക്കുന്നത്. ഇതിന് മറ്റൊരു പേരുണ്ട്, അസിമുത്ത് ആക്സസ് എന്നും വിളിക്കാറുണ്ട്. അടുത്തത് ട്രോണിയൻ ആക്സസ്. ട്രോണിയൻ ആക്സസ് എന്ന് വെച്ചാൽ നമ്മുടെ ടെലിസ്കോപ്പ് ഏത് ആക്സസിന് ചുറ്റുമാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ട്രോണിയൻ ആക്സസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ആക്സസ് അബൌട്ട് വിച്ച് ദ ടെലിസ്കോപ്പ് പിവറ്റ്സ്. ഇറ്റ് ഈസ് ആക്സസ് അബൌട്ട് വിച്ച് ഇൻസ്ട്രുമെൻറ്റ് റൊട്ടേറ്റ്സ് ഇൻ ദ വേർട്ടിക്കൽ പ്ലെയിൻ. ഇപ്പോൾ രണ്ട് ഡെഫിനേഷൻസും പഠിച്ചു വെക്കണം.
നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് വേർട്ടിക്കൽ പ്ലെയിനിൽ, അതായത് നമ്മൾ വേർട്ടിക്കൽ ആംഗിൾസ് എടുക്കാൻ നേരം ടെലസ്കോപ്പ് ചിലപ്പോൾ താഴോട്ടായിരിക്കും അല്ലെങ്കിൽ മുകളിലോട്ടായിരിക്കും, ചിലപ്പോൾ പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടലായിട്ടായിരിക്കും വെക്കുന്നത്. അപ്പോൾ ഏത് ആക്സസിന് ചുറ്റുമാണോ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് വേർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ട്രൂണിയൻ ആക്സസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 ആക്സസുകൾ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ചില ടേംസിനെ കുറിച്ച് പറഞ്ഞു. ഇലക്ട്രോണിക് തിയോഡലൈറ്റിലെ വെർണിയർ തിയോഡലൈറ്റിലും കോമൺ ആയിട്ട് വരുന്ന ചില ടേംസ് ഉണ്ട്. ഫേസ് റൈറ്റ്, ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻസ്, അതേപോലെ വെർട്ടിക്കൽ സർക്കിൾ, ഹൊറിസോണ്ടൽ സർക്കിൾ, അതേപോലെ ഈ പറഞ്ഞ 3 ആക്സസുകൾ. അപ്പോൾ ഈ ആക്സസുകളുടെ എല്ലാം ഡെഫിനിഷൻ ഇതേപോലെ തന്നെ പഠിച്ചോണം, ഇതേപോലെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ഇനി നമുക്ക് ഈ ഇലക്ട്രോണിക് തിയോഡലൈറ്റിൻ്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഏറ്റവും മുകളിൽ നമുക്കൊരു ഹാൻഡിലുണ്ട്. തിയോഡലൈറ്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്, പൊക്കാനായിട്ടൊക്കെ മുകളിലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ടെലസ്കോപ്പ് കാണാം. ടെലസ്കോപ്പിൻ്റെ ഐ പീസ് ഉണ്ട്, അതായത് ഒബ്സർവർ നോക്കുന്ന ആ ഒരു എൻഡിനെയാണ് ഐ പീസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ മറ്റൊരു എൻഡിനെ നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നു. പിന്നെ ഇതിനെ ഫോക്കസ് ചെയ്യാനായിട്ട് ഒരു ഫോക്കസിങ് നോബ്, ഈ ടെലസ്കോപ്പിനെ ഫോക്കസ് ചെയ്യാൻ ഒരു ഫോക്കസിങ് നോബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വേർട്ടിക്കൽ ക്ലാമ്പ് സ്ക്രൂ ആൻഡ് ടാൻജൻറ്റ് സ്ക്രൂ ഉണ്ട്. ഇപ്പോൾ ഈ വേർട്ടിക്കൽ സർക്കിളിൻ്റെ മെഷർമെൻറ്റ്സിന് അല്ലെങ്കിൽ നമ്മളതിനെ ക്ലാമ്പ് ടൈറ്റൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റിനെ ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ വേർട്ടിക്കൽ ക്ലാമ്പ് സ്ക്രൂ. ഇനി അതിനെ ഒന്നുകൂടെ ആക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മൈന്യൂട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേർട്ടിക്കൽ ടാൻജൻറ്റ് സ്ക്രൂ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ നമ്മുടെ ഒപ്റ്റിക്കൽ പ്ലിമറ്റിൻ്റെ ഓപ്പണിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു നോബ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ നമ്മുടെ ഡിസ്പ്ലേ ഉണ്ട്. ഈ ഡിസ്പ്ലേയിലാണ് ആംഗിൾസ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേയുടെ സൈഡിലായിട്ട് നമുക്കിതിനെ ഒരു കമ്പ്യൂട്ടറിലേക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട്, ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഒരു സ്ലോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ പവർ സ്വിച്ച് ഉണ്ട്. താഴെ നമ്മുടെ ബേസ് ആണ്. അപ്പോൾ ബേസിൻ്റെ മുകളിൽ ലെവലിംഗ് സ്ക്രൂസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഇലക്ട്രോണിക് തിയോഡലൈറ്റിൻ്റെ പാർട്സിൽ വരുന്നത്. അടുത്തത് നമുക്ക് ഡിസ്റ്റോമാറ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ EDM ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് യൂസ് ചെയ്ത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് EDM ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഈ EDM ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ കാറ്റഗറി വരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഡിസ്റ്റോമാറ്റ്. ഇനി ഡിസ്റ്റോമാറ്റിനെ കുറിച്ച് PSCയിൽ ചോദിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, ഡിസ്റ്റോമാറ്റ് ഏത് ടൈപ്പ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് ഡിസ്റ്റൻസ് മെഷറിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്റ്റോമാറ്റ് ഇസ് ആൻ EDM ഇൻസ്ട്രുമെൻറ്റ് വിച്ച് യൂസസ് ഇൻഫ്രാറെഡ് വേവ്സ് ടു മെഷർ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് ആക്യുറേറ്റ്ലി. അപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇൻഫ്രാറെഡ് വേവ്സ് യൂസ് ചെയ്ത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന EDM ഇൻസ്ട്രുമെൻറ്റ് ഏതാണ് എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, അത് ഓർത്തോളുക. ഡിസ്റ്റോമാറ്റ് യൂസസ് ഇൻഫ്രാറെഡ് വേവ്സ്. ഇനി ഈ ഡിസ്റ്റോമാറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത്? കൺസ്ട്രക്ഷൻ ഫീൽഡിൽ, അതേപോലെ സർവേയിങ്ങിനൊക്കെ, അത് 3 കിലോമീറ്റർ റേഞ്ചിനുള്ളിൽ വരുന്ന സർവേയിങ്ങിനൊക്കെ നമ്മൾ ഡിസ്റ്റോമാറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് എ വെരി സ്മോൾ കോമ്പാക്ട് EDM പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് അതർ സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സ്. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് ഡിസ്റ്റോമാറ്റ്. വളരെ കോമ്പാക്റ്റ് ആയിട്ട് നമ്മൾ കയ്യിലൊരു റിമോട്ട് പിടിക്കുന്ന അല്ലെങ്കിൽ മൊബൈൽ പിടിക്കുന്ന ആ ഒരു വലിപ്പം മാത്രമേ വരുന്നുള്ളൂ ഡിസ്റ്റോമാറ്റിന്. അപ്പോൾ ഈ ഡിസ്റ്റോമാറ്റ് പല വേർഷൻസ് ഉണ്ട് ഇതിൻ്റെ. ചിലതിൻ്റെ കൂടെ ഒരു ടാർഗറ്റ് സ്റ്റാഫ് വരുന്നുണ്ട്, ചിലത് ഈ ഒരു കയ്യിൽ പിടിക്കുന്ന ഈ ഒരു മൊബൈൽ സൈസുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ഇത് നമുക്ക് വേണ്ട ടാർഗറ്റിലേക്ക് നമുക്ക് പോയിന്റ് ചെയ്ത് ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ളൊരു ലേസർ ബീം ആ ടാർഗറ്റിൽ പോയി തട്ടുകയും അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരികയും ചെയ്യും. അപ്പോൾ ഈ ലേസർ ബീം ട്രാവൽ ചെയ്യാനെടുത്ത ഡിസ്റ്റൻസിൻ്റെ ബേസിസിലാണ് ഈ ഡിസ്റ്റോമാറ്റ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി മറ്റ് ചില വേർഷൻസിൽ ഒരു ടാർഗറ്റ് സ്റ്റാഫ് കാണും. അപ്പോൾ ടാർഗറ്റിൻ്റെ അവിടെ ടാർഗറ്റ് ലൊക്കേഷനിൽ നമ്മൾ ഈ സ്റ്റാഫ് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് വേണ്ട പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അവിടെ നിന്നുകൊണ്ട് ഈ അതിലേക്ക് ലേസർ ബീം നമ്മൾ സെൻഡ് ചെയ്യുന്നു. അത് ടാർഗറ്റ് സ്റ്റാഫിൽ ഒരു പ്രിസം കാണും, അതിൽ തട്ടിയിട്ട് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്തു. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് നമുക്ക് ഡിസ്റ്റോമാറ്റ് ഇൻഡിക്കേറ്റ് ചെയ്ത് ഡിസ്പ്ലേയിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പല വേർഷൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് ഇപ്പോൾ പറഞ്ഞ കൂട്ട് തന്നെ. ഫോർ മെഷറിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points, the instrument is set up at one point, reflector is set up at the other end as a target,
റിഫ്ലക്റ്റർ ഇൻക്ലൂഡ്സ് എ പോൾ വിത്ത് എ പ്രിസം. ഈ റൈറ്റിൽ കാണിച്ചിരിക്കുന്നത് ഈ പോൾ വിത്ത് പ്രിസം മോഡൽ ഉള്ള ഒരു ഡിസ്റ്റോമാറ്റിൻ്റെ ഈ ടാർഗറ്റ് സ്റ്റാഫിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. പോൾ കാണും, മുകളിൽ ഒരു പ്രിസം കാണും. അപ്പോൾ അതിൽ നമുക്ക് എവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണോ മെഷർ ചെയ്യേണ്ടത് ആ പോയിന്റിൽ നമ്മൾ ഈ പ്രിസം കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. നമ്മൾ ഈ ഡിസ്റ്റോമാറ്റ് യൂസ് ചെയ്ത് അതിലേക്ക് ലേസർ ബീം അടിക്കുന്നു, അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു. To measure the distance, one has to simply point the instrument to the reflector, touch a key and read the results. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് തരുന്ന ഒരു EDM ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിസ്റ്റോമാറ്റ്. നമ്മൾ ഡിസ്റ്റോമാറ്റിനെ കുറിച്ച് പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇതുവരെ ചോദിച്ചിട്ടുള്ള ഒരേ ഒരു പോയിന്റ് ഡിസ്റ്റോമാറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത് ഇതാണ്: ഏത് ടൈപ്പ് EDM ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് ഡിസ്റ്റോമാറ്റ് യൂസ് ചെയ്യുന്നത് എന്നത്. അപ്പോൾ അത് ഓർത്തോളുക, ഇൻഫ്രാറെഡ് വേവ്സ്. അപ്പം ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായി വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.